നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയന്റെ നടപടികളും നയങ്ങളുമൊക്കെ മാറ്റിക്കൊണ്ടായിരിക്കും ഇനി അങ്ങോട്ട് കേരളം ഭരിക്കാൻ പോകുന്നതെന്നുള്ള വി.ഡി. സതീശന്റെ വാദങ്ങൾ. പക്ഷേ പലതും പൊളിഞ്ഞടുങ്ങുന്നതായാണ് നിലവിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. 10 വർഷം പിണറായി വിജയൻ അടച്ചുപൂട്ടിയിട്ടിരുന്ന സമരഗേറ്റ് പോലും തുറന്നു എന്ന് പറയുമ്പോഴും അതേ ഗേറ്റിന് മുൻവശത്തെത്തുന്ന ആളുകളെ അതിക്രൂരമായിട്ട് ആക്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടികൾക്ക് ഒരു തെളിവ് കൂടെ. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കാണാനെത്തിയ വൃദ്ധയ്ക്ക് അതിക്രൂരമായ മർദ്ദനം. പോലീസ് വാഹനത്തിലേക്ക് അവരെ വലിച്ചിഴച്ചിട്ടിരിക്കുന്നു. അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ. പോലീസിന്റെ നരനായാട്ട് ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതിന്റെ 2 ഉദാഹരണങ്ങൾ പുറത്തു വരുന്നു. ഒരാൾ മരണപ്പെട്ടു, മറ്റൊരാൾ പോലീസിന്റെ ആക്രമണത്തിൽ ഭയന്ന് ജീവിക്കാൻ പേടിച്ചു ജീവിക്കുന്നു. ആക്രമിക്കപ്പെട്ടത് ഒന്ന് ഒരു സ്ത്രീയും മറ്റൊന്ന് ഒരു പുരുഷനും. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിൽ വീണ്ടും പോലീസ് മർദ്ദനങ്ങളുടെ വാർത്തകൾ പുറത്തുവരുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ വൃദ്ധയെ പോലീസുകാർ ആക്രമിച്ചത് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കാണാൻ വന്ന സമയത്താണ് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഹൃദ്രോഗിയായ അവർ തന്നെ മുഖ്യമന്ത്രി വീണ്ടും കാണണമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിയുമായിട്ട് വന്നത് എന്ന് അറിയിച്ചിട്ട് പോലും അതൊന്നും വിലക്കെടുക്കാതെ പോലീസുകാർ ആ വൃദ്ധയെ ഒരു ഹൃദ്രോഗി എന്ന് പോലും മനസ്സിലാക്കാതെ അത് പരിഗണിക്കാതെ അത്തരമൊരു ദയാദാക്ഷിണ്യവും കാണിക്കാതെ ആ വൃദ്ധയെ പോലീസ് വണ്ടിയിലേക്ക് വലിച്ചിഴച്ചു എന്നതടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സംഭവം പുറത്ത് വൃദ്ധ തുറന്നു പറഞ്ഞതോടെ മോഹന വാഗ്ദാനങ്ങൾ നൽകി പണം നൽകി കേസ് ഒതുക്കി തീർക്കാനുള്ള നടപടികളും കൈക്കൊള്ളുന്നു. എന്തായാലും പിണറായിയുടെ കാലത്ത് മാത്രമല്ല പോലീസിന് അഹങ്കാരം എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പണ്ടത്തെ കാലത്ത് പോലീസിനെ പേടിച്ചിരുന്നത് ഇടിവണ്ടികളും ഇടിമുറികളും ഉണ്ട് എന്നത് ഒറ്റ കാരണം കൊണ്ടാണ് എന്ന് വരുമ്പോൾ പിന്നീട് അത് ജനമൈത്രി പോലീസ് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. പോലീസുകാരെ ഭയപ്പെടേണ്ടതില്ല, ജാഗ്രത വേണം, നിങ്ങൾ തെറ്റുകാരാണെങ്കിൽ മാത്രമേ അവർ നിങ്ങൾക്ക് എതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഉള്ളൂ എന്നുള്ളൊരു സന്ദേശമൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ തെറ്റ് ചെയ്യാത്തവരെ പോലും പോലീസാണ് എന്നുള്ള ഒരൊറ്റ ബലത്തിൽ കാക്കിയുടെ ബലത്തിൽ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നതിന്റെ, അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു സാഹചര്യം ഇന്നും തുടരുന്ന പോലീസുകാർ ഉണ്ട് എന്നതിന്റെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും തിരുവനന്തപുരം സ്വദേശിയായ വയോധികയ്ക്കെതിരെയുള്ള ആക്രമണം അതീവ ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ആവശ്യം തന്നെയാണ് പൊതുജനങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഹൃദ്രോഗിയെന്ന് പോലും നോക്കാതെയാണ് ആ വൃദ്ധയെ അവർ പോലീസ് ജീപ്പിലേക്ക് ബലമായി എടുത്തെറിഞ്ഞത് എന്നതടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനെ കാണാനെത്തിയ വയോധികയ്ക്കാണ് പോലീസിന്റെ ആക്രമണം നേരിടേണ്ടി വന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കാണാനെത്തിയ വയോധികയ്ക്ക് നേരെ പോലീസ് ആക്രമണം നടന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. വൃദ്ധയെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ടു പോയതോടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ പണം വാഗ്ദാനം ചെയ്ത് കേസ് ഒതുക്കി തീർക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടു എന്നുള്ള ആരോപണവും നിലവിലുണ്ട്. ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞ് ഒരു ചികിത്സ തുടരുന്ന വൃദ്ധയോടാണ് ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള നടപടി കൈക്കൊണ്ടത് എന്നുള്ളതാണ് വിവരം. തിരുവനന്തപുരം ഇടവ സ്വദേശിയായ ശാരദ എന്ന് പറയുന്ന വൃദ്ധയ്ക്കാണ് പോലീസിന്റെ മർദ്ദനം ഇത്തരത്തിൽ ഏൽക്കേണ്ടി വന്നത്. ഒരാഴ്ച മുമ്പാണ് പരാതിക്ക് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നതെന്നതാണ് വിവരം. അയൽവാസിക്ക് പണം കടം നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വയോധിക എത്തിയത്. ആദ്യ സന്ദർശനത്തിൽ പരാതി സ്വീകരിച്ച മുഖ്യമന്ത്രി വീണ്ടും വരാൻ ആവശ്യപ്പെട്ടു. ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഈ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് ശാരദ മുഖ്യമന്ത്രിയെ കാണാനെത്തി. പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കാൻ സമ്മതിച്ചില്ല. എന്നാൽ വയോധിക മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആവശ്യപ്പെട്ട് ഉറച്ചു നിന്നു. പിന്നാലെ 5 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും 3 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് പോലീസ് ജീപ്പിലേക്ക് ബലമായി എടുത്തെറിഞ്ഞു. സംഭവത്തിൽ ശാരദയുടെ കൈകാലുകൾക്ക് മുഖത്തുമൊക്കെ പരിക്കേറ്റു എന്നാണ് വിവരങ്ങൾ. അതേസമയം മറ്റൊരു സംഭവം എന്ന് പറയുന്നത് കൊല്ലം കുണ്ടറയുള്ള യുവാവിന്റെ മരണം തന്നെയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലടക്കം വളരെ വലിയ രീതിയിൽ സെൻസിറ്റീവായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദ സന്ദേശമുണ്ട്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു യുവതിയും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദ സന്ദേശം. അതിൽ പറയുന്നത് നിങ്ങളുടെ ഉപദ്രവം കാരണം എൻ്റെ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള ദയനീയമായിട്ടുള്ള കാര്യമാണ്. അതായത് പോലീസിന്റെ ഇടിവണ്ടികളും ഇടിമുറികളും നിലവിലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന രംഗങ്ങൾ. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകളായിട്ടാണ് കൊല്ലം
കുണ്ടറയിലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിന് മരണം സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടെ ആ വിവരത്തിലും വലിയ രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ സംഭവത്തിൽ യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കുണ്ടറ സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദിനെ കസ്റ്റഡിയിലെടുക്കാൻ കാരണമായ കേസിലെ പരാതിക്കാരിയാണ് പോലീസിനെതിരെ രംഗത്തെത്തിയത്. സിയാദിനെ വീട്ടിൽ നിന്ന് ഇറക്കിയത് മുതൽ സ്റ്റേഷനിൽ എത്തിച്ചതുവരെ ഇവരെ മർദ്ദിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. കൈകൊണ്ടായിരുന്നു മർദ്ദനമുണ്ടായിരുന്നത്. വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി ഈ കാര്യങ്ങൾ എടുത്ത് ഇപ്പോൾ ശക്തമായി പുറം ലോകത്തേക്ക് അറിയിച്ചിരിക്കുകയാണ്. വാഹനത്തിന്റെ മുന്നിലും പിന്നിലുമുള്ള സീറ്റുകളിൽ CPO ശ്രീജിത്തും സിയാദും ഇരുന്നു എന്നാണ് വിവരങ്ങൾ. കൈകൊണ്ടായിരുന്നു ഇയാൾക്കെതിരെ മർദ്ദനം. മുതുകത്തായിരുന്നു പ്രധാനപ്പെട്ട മർദ്ദനം എന്നാണ് വിവരങ്ങൾ. സിയാദ് ഉമ്മയെ വിളിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു. മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി. പിന്നീട് അങ്ങോട്ട് നോക്കിയില്ലെന്നും പെൺകുട്ടി മാധ്യമങ്ങളോടും പ്രതികരിച്ചു. സഹോദരനെ കാണാനില്ല എന്ന പെൺകുട്ടിയുടെ പരാതിയിലായിരുന്നു സിയാദ് എന്ന് പറയുന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം പോലീസിന്റെ ക്രൂരമർദ്ദനം, സിയാദ് മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നതും പരാതി നൽകുന്നതും. സിയാദിന്റെ മകൾ SIയുമായി നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണത്തിന്റെ ഞെട്ടിക്കുന്ന ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിയാദിന് ആരോഗ്യ പ്രശ്നമുള്ളതായി മകൾ പോലീസിനെ അറിയിച്ചപ്പോൾ പോലും പരിഗണിച്ചില്ല. മരുന്ന് കഴിച്ചു കിടക്കുമ്പോഴാണ് ആ പോലീസ് ഇയാളെ പിടികൂടുന്നത്. എന്നിട്ടും പോലീസ് മർദ്ദിച്ചു എന്നാണ് സിയാദ് ഡോക്ടർമാരോട് പറഞ്ഞിട്ടുമുള്ളത്. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് നട്ടെല്ലിൽ പഴുപ്പുണ്ടായതെന്ന് ഡോക്ടർമാരും ശരിവെക്കുന്നു. അയൽവാസിയായ 13-കാരനെ കാണാനില്ല എന്ന് പറയുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സിയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജൂൺ 16 രാത്രി ഭാര്യയുടെയും മക്കളുടെയും മുൻപിൽ വെച്ച് സിയാദിനെ പിടിച്ചുകൊണ്ടുപോയി. സിയാദിനെ വിട്ടുകിട്ടാൻ ഭാര്യയും മക്കളും ജൂൺ 17 പുലർച്ചെ വരെ പോലീസ് സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നു. കാണാനില്ലെന്ന് കരുതിയ കുട്ടി പിറ്റേന്ന് രാവിലെ മടങ്ങിയെത്തിയപ്പോഴാണ് സിയാദിനെ പോലീസ് വിട്ടയച്ചത്. പക്ഷേ അപ്പോഴേക്കും സിയാദിന്റെ ആരോഗ്യനില മോശമായി. തന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി ഭാര്യയോടും സുഹൃത്തുക്കളോടും സിയാദ് തന്നെ പറഞ്ഞിരുന്നു. ശാരീരിക മാസകലം മർദ്ദനമേറ്റതിന്റെ കഠിന വേദന കൊണ്ടാണ് പിന്നീട് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വെച്ച് വാരിയെല്ല് തകർന്ന് ഇൻഫെക്ഷൻ ആയി എന്ന് കണ്ടെത്തി. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെയായിരുന്നു യുവാവിന്റെ മരണം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംഭവത്തിൽ ഇപ്പോൾ DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തിയിട്ടുള്ളത്. കുണ്ടറ സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. പോലീസിന്റെ ക്രൂരമർദ്ദനമാണ് സിയാദിന്റെ മരണത്തിന് കാരണമെന്ന് കുടുംബം പരാതിയിൽ പറയുന്നു. സിയാദിന്റെ വാരിയെല്ല് പൊട്ടിയതായി ഡോക്ടർ അറിയിച്ചുവെന്ന് ഭാര്യയുടെ പരാതിയിലുണ്ട് എന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ജീപ്പിൽ കയറ്റുമ്പോൾ തന്നെ പോലീസ് മർദ്ദനം തുടങ്ങിയിട്ടുണ്ടെന്ന് ഭാര്യ പറഞ്ഞതായി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. അയൽവാസിയായ 13-കാരനെ കാണാനില്ലെന്ന പരാതിയിലായിരുന്നു സിയാദിന്റെ കസ്റ്റഡി. ജൂൺ 16 രാത്രി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചാണ് സിയാദിനെ പിടിച്ചുകൊണ്ടുപോയത്. സിയാദിനെ വിട്ടുകിട്ടാൻ ഭാര്യയും മക്കളും ജൂൺ 17 പുലർച്ചെ വരെ പോലീസ് സ്റ്റേഷനിൽ കാത്തിരുന്നതും റെക്കോർഡുകളുണ്ട്. കാണാനില്ലെന്ന് കരുതിയ കുട്ടി പിറ്റേന്ന് രാവിലെ മടങ്ങിയെത്തിയപ്പോഴാണ് സിയാദിനെ പോലീസ് വിട്ടയച്ചത്. തന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി ഭാര്യയോടും സുഹൃത്തുക്കളോടും സിയാദ് ദയനീയമായാണ് പങ്കുവച്ചത്. ശാരീരിക മാസകലം മർദ്ദനമേറ്റതിന്റെ കഠിനമായ വേദനയുണ്ടെന്ന് ആശുപത്രിയിൽ പോയത് അതുകൊണ്ടാണോ എന്നും യുവാവ് വ്യക്തമാക്കിയിരുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വെച്ച് വാരിയെല്ല് തകർന്ന് ഇൻഫെക്ഷനായി എന്ന് മനസ്സിലാക്കിയതോടെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചുവെങ്കിലും അയാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. മരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പിന്നീട് പുറം ലോകം അറിഞ്ഞത്. കർശന നടപടിയിലൂടെയാണ് ഈ ഒരു കുറ്റക്കാർക്കെതിരെ ഇനി മുന്നോട്ട് പോകേണ്ടുന്നത് എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോഴെന്തായാലും ഉയരുന്നത്. എന്തായാലും സിയാദിന്റെ മരണത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോൾ DGPയോട് റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് വിവരം. സംഭവത്തിൽ വസ്തുത അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടും പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. അതേസമയം കൊല്ലത്ത് യുവാവ് പോലീസ് മർദ്ദനമേറ്റ് മരിച്ചെന്ന ആരോപണത്തിന് പുറത്തേക്ക് ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്.
അച്ഛനെ മർദ്ദിക്കല്ലേ എന്ന് താൻ പലതവണ പറഞ്ഞതല്ലേ, അച്ഛൻ മരുന്ന് കഴിക്കുകയാണെന്ന് പലതവണ പറഞ്ഞതല്ലേ, പക്ഷേ സാർ അതൊന്നും കേൾക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പോയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആ പെൺകുട്ടി അലറിക്കരഞ്ഞത്. അതിലൊക്കെ അത്ര ദയനീയമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴും ആ മറുവശത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അതൊരു കാര്യമായിട്ട് എടുക്കുന്ന തരത്തിലായിരുന്നില്ല ശബ്ദ സന്ദേശം. എന്തായാലും കേരളത്തിൽ ഇടിവണ്ടികളും ഇടിമുറികളും ഉണ്ട് എന്നത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്ന രംഗങ്ങളാണ് ഇതൊക്കെ തന്നെ.